എബോള സംശയത്തെ തുടർന്ന് ഉഗാണ്ടയിൽ നിന്ന് വന്ന പാലാ സ്വദേശിനി നിരീക്ഷണത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 53-കാരിയുടെ പരിശോധനാ ഫലം വൈകിട്ടോടെ ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഇതിനിടെ ഇന്നും സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം ഒരാഴ്ചയായി 12,000-ന് മുകളിൽ. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികളും വ്യാപിക്കുന്നു. തൃശൂരിൽ അരുമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിലുള്ള ഇവരുടെ ആരോഗ്യം തൃപ്തികരം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ കൂടി ഫലം നെഗറ്റീവായി. അതേസമയം നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ 74 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ 1 വയസ്സുകാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. എബോള സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്ന യുവതിയുടെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല, പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യന്റിനെ മാറ്റി. പകർച്ചവ്യാധി വ്യാപനം രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു പ്രദേശം, ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്താണ് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം, മാരകമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി മാറുന്നത്. ഈ ഗവൺമെൻറ് തുടക്കത്തിൽ വേണ്ട മുൻകരുതലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇത്രയധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ലായിരുന്നു, ഇത്രയധികം രോഗികളുടെ എണ്ണം ഉണ്ടാവില്ലായിരുന്നു. വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കാനിടയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. പരിശോധനകൾ ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള അടിയന്തര ഇടപെടൽ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.